അതിപരിശുദ്ധമായി നമ്മ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത വേളയിൽ ഈ പ്രഭാത ജാഗരണ ശുശ്രൂഷയുമായി നിങ്ങളുടെ മധ്യത്തിൽ കടന്നു വരുവാൻ സർവകൃപാലുവായി ദൈവം നൽകിയ നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രവിക്കുന്ന ദൂരത്തും ചാരത്തുമായി ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യരായ ദൈവമക്കൾക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് നമുക്ക് വായിച്ചു കേൾപ്പാനുള്ളത് മരിച്ചതും ജീവിച്ചിരിക്കുന്നതും. മനപ്പാഠവാക്യം നൽകിയിരിക്കുന്നത്, അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിച്ചിരിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ. റോമാലേഖനം 6-ാം അധ്യായം 11-ാം വാക്യം. മരവിപ്പിക്കപ്പെടുകയും പിന്നീട് ഉരുകുകയും ചെയ്ത സാധാരണഗതിയിൽ ജീവിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് എങ്ങനെ ലഭിക്കും? മരത്തവളയ്ക്ക് എല്ലാ വർഷവും ഇത് സംഭവിക്കുന്നു. ഈ ചെറിയ ഉഭയജീവിക്ക് തലച്ചോറുൾപ്പെടെ ശരീരത്തിന്റെ 70% വരെ മരവിപ്പിക്കാൻ കഴിയും. മാത്രമല്ല, താപനില കുറയുമ്പോൾ മരത്തവളയുടെ ഹൃദയം നിലയ്ക്കുകയും ശ്വാസോച്ഛ്വാസം നിർത്തുകയും ചെയ്യുന്നു. എന്നാൽ ചൂടുള്ള കാലാവസ്ഥയോടെ വസന്തം ഉരുണ്ടുകൂടുമ്പോൾ തവള പെരുകുകയും സാധാരണ നിലയിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു. മരത്തവളകൾക്ക് പ്രത്യേക പ്രോട്ടീനുകൾ ഉള്ളതിനാൽ തവളകളുടെ കോശങ്ങളിലെ ഭൂരിഭാഗം വെള്ളവും നീക്കം ചെയ്യുകയും അതിന് പകരം ഒരുതരം ഗ്ലൂക്കോസ് സ്ഥാപിക്കുകയും ചെയ്യുന്നു. അവരുടെ ശരീരം വീണ്ടും ചൂടാകുമ്പോൾ തവളയുടെ കോശങ്ങളിലേക്ക് വെള്ളം മടങ്ങുന്നു. ഇത് ക്രോക്ക് എന്ന വാക്കിന് പുതിയ അർത്ഥം നൽകുന്നു. ക്രിസ്ത്യാനിക്ക് ലഭിച്ച സ്നാനത്തിന്റെ കൽപ്പന മരണത്തെയും ജീവനെയും പ്രതിനിധീകരിക്കുന്നു. യേശു അവരോട്, നിങ്ങൾ യാചിക്കുന്നത് എന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാനും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽപ്പാനും നിങ്ങൾക്ക് കഴിയുമോ എന്ന് ശിഷ്യന്മാരോട് ചോദിച്ചപ്പോൾ യേശു തന്റെ മരണത്തെ സ്നാനവുമായി ബന്ധിപ്പിച്ച മർക്കോസ് 10:38 കൂടാതെ സ്നാന സമയത്ത് ജലത്തിൽ നിന്നുള്ള എഴുന്നേൽപ്പ് അവന്റെ പുനരുദ്ധാനത്തെ മുൻകൂട്ടി പറഞ്ഞു. റോമാലേഖനം 6-ാം അധ്യായം 4-5 വാക്യം. ഈ ആത്മീയ സത്യങ്ങൾ അർത്ഥപൂർണമാക്കുന്നത് മുങ്ങി സ്നാനത്തിലൂടെ മാത്രമാണ്. വിശ്വാസികൾ സ്നാനമേൽക്കുമ്പോൾ അത് പാപത്തോടുള്ള മരണത്തെ പ്രതീകവൽക്കരിക്കുന്നു. കാരണം നാം ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഗലാത്യർ 2:20. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. റോമർ 6:6 എന്ന് അപ്പോസ്തലനായ പൗലോസ് വിശദീകരിക്കുന്നു. പാപത്തോടുള്ള മരണം ഓരോരുത്തർക്കും അനിവാര്യമാണ്. കാരണം അങ്ങനെ മരിച്ചവർ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. വാക്യം 7. അതിലും അത്ഭുതകരമായ കാര്യം, നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു. വാക്യം 8. ഇത് പ്രയോഗത്തിൽ വരുത്തുക, പുറത്ത് മരിക്കുന്നതായി തോന്നുകയും പിന്നീട് ജീവിതത്തിലേക്ക് തിരികെ വരികയും ചെയ്യുന്ന മറ്റു ജീവികളെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാനാകുമോ? ഈ പ്രഭാതവേളയിൽ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവചസ്സുകളെ വായിച്ചു കേൾപ്പാനും മനസ്സിലാക്കുവാനും ദൈവം ഇടയാക്കിയല്ലോ. കർത്താവ് യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെയും അടക്കത്തെ ഉയർപ്പിനെ പ്രദാനം ചെയ്യുന്ന ശുദ്ധ സ്നാനം അനിവാര്യമാണെന്ന് നാം മനസ്സിലാക്കുന്നത് കൊണ്ട് വിശുദ്ധ വചനം പറയുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, അല്ലാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ആയതുകൊണ്ട് യേശു ക്രിസ്തുവുമായിട്ട് നല്ലൊരു ഈടാർന്ന ബന്ധം പുലർത്തുവാൻ, ശുദ്ധ സ്നാന ശുശ്രൂഷയിൽ അവനോടുകൂടെ പങ്കാളികളായി തീരുവാൻ, ദൈവത്തിന്റെ പുതിയ രാജ്യത്തിൽ ആ പുതിയ യെരൂശലേമിൽ വസിക്കത്തക്കവണ്ണം പ്രാപ്തരായി തീരുവാൻ
എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നൽകി നമ്മെ മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് ബർത്ത്ഡേ അനുസ്മരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മറിയാമ്മ വർഗീസ്, കലഞ്ഞൂർ സഭ, അതോടൊപ്പം തന്നെ ഒലിവിയ ആൻ വർഗീസ്, കലഞ്ഞൂർ സഭ, ഈ വ്യക്തികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടെ ഇവിടങ്ങളിൽ രോഗാവസ്ഥകളിലായിരിക്കുന്നവർക്ക് പരിപൂർണമായി വിടുതലും ആശ്വാസം നൽകണമേ. ശാന്തിയും സമാധാനവും അവരുടെ ജീവിതത്തിൽ നടമാടുവാൻ ഇടയാകണമേ. പ്രത്യേകിച്ച് ജന്മദിനാനുസ്മരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ അടിയങ്ങൾ ഓർക്കുന്നു. ദൈവമേ, അവർക്ക് ഇത്രത്തോളം ആയുസ് ഈ ഭൂമിയിൽ ജീവിപ്പാൻ അവിടുന്ന് നൽകിയല്ലോ. അങ്ങയുടെ ഹിതപ്രകാരം അങ്ങയ്ക്ക് വേണ്ടി ജീവിപ്പാനും പ്രവർത്തിപ്പാനും അവിടുന്ന് സഹായിക്കണമേ. പ്രിയപ്പെട്ടവരുടെ ആയുസ്സിന് ദീർഘമാക്കി വരും കാലങ്ങളിൽ ദൈവസഭയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ സഹായിക്കണം. എല്ലാ നന്മകളാലും നിറയ്ക്കണം. ഈ ശബ്ദപരിധി ഞങ്ങളെ കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി സ്തോത്രം. ദൈവമായ കർത്താവ് ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. സ്വർഗീയ അനുഗ്രഹങ്ങളെ നൽകിയ അടികളെ മാനിക്കണം. യേശു ക്രിസ്തുവിന്റെ വലിയേറിയ നാമത്തില് ഏറ്റവും താഴ്മയടികൾ അപേക്ഷിക്കുമ്പോൾ കരുണയുള്ള ദൈവമേ, കൃപയുടെ യാചനകൾക്ക് മാറാകണമേ. ആമീൻ. ഈ ശബ്ദപരിധിയിലോ ഈ നല്ല പ്രഭാതവേളയിൽ ഞങ്ങളെ ശ്രവിച്ച എല്ലാ മാന്യരായ ദൈവമക്കൾക്കും ഒരിക്കൽ കൂടെ നന്ദി അറിയിച്ചുകൊണ്ട് ഒരു നല്ല പ്രഭാതം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ആമീൻ.